മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ അധിവസിക്കുന്ന രാജാതിരാജാവും കർത്താതികർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. പലവിധമായ കാരണങ്ങളാൽ ഏതാണ്ട് 2 മാസത്തോളമായി യാതൊരു വീഡിയോയും പുതുതായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാൻ ദൈവം സാഹചര്യങ്ങൾ അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. 1986 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ZS ലോഹത്ത് പുറപ്പെടുവിച്ച വിദ്വേഷം, ശത്രുത, ദുഷ്ടത, വഞ്ചന, ചതി, കലഹം, കവർച്ച, വെറുപ്പ്, കൊലപാതകം എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയ ഖുറാനിലെ 24 ആയത്തുകളിൽ 8 ആയത്തുകളാണ് കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നാം വിശകലനം ചെയ്തത്. അടുത്ത ആയത്ത് 9ാമത്തെ ആയത്താണ് നാം ഈ വീഡിയോയിൽ പരിശോധനാ വിധേയമാക്കുന്നത്. ഈ ദാവാക്കാരും അവരുടെ വാടക സംവാദകൻ രാഹുൽ ഈശ്വറും കൂടി ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് ഇവിടെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. സമാധാനത്തിൻ്റെ ആ മുഖം മൂടി വലിച്ചു കീറുന്ന ഒരു പരിഷ്കൃത സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന മറ്റൊരു ഖുറാൻ വചനമാണ് സൂറ 33-61. ആ വരികൾ ഇങ്ങനെയാണ്: അവർ ശാപം ബാധിച്ച നിലയിലായിരിക്കും, എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവർ പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും. സൂറ 33-61 മദീനയിൽ വെച്ച് അവതരിച്ചതായി ആരോപിക്കപ്പെടുന്ന സൂറ അഹ്സാബിലെ വചനമാണിത്. മദീനയിൽ മുഹമ്മദ് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ച കാലഘട്ടത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അവിടെ എല്ലാവരും ഈ പുതിയ മതത്തെ, മുഹമ്മദ് ഉണ്ടാക്കിയ പുതിയ മതത്തെ കണ്ണടച്ച് വിശ്വസിച്ചവരല്ല. മദീനയിൽ ഉണ്ടായിരുന്ന പലർക്കും ഈ മതത്തിലെ അബദ്ധങ്ങളെക്കുറിച്ച്, അശാസ്ത്രീയതകളെക്കുറിച്ച്, മുഹമ്മദിൻ്റെ നയങ്ങളെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. അവർ അതിനെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു. ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കൽപ്പില്ലാതായപ്പോൾ മുഹമ്മദ് ഈ വിമർശകർക്കൊരു പേരിട്ടു: മുനാഫിക്കുകൾ അഥവാ കപട വിശ്വാസികൾ. തനിക്കെതിരെ ഉയർന്ന എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ മുഹമ്മദ് പ്രയോഗിച്ച ഫാസിസ്റ്റ് തന്ത്രമായിരുന്നു ഈ ആയത്ത് 33-61. എന്നെ വിമർശിക്കുന്നവരെ, അല്ലെങ്കിൽ എൻ്റെ മതത്തെ ചോദ്യം ചെയ്യുന്നവരെ എവിടെ വെച്ച് കണ്ടാലും അവിടെ ഇട്ട് പിടികൂടുക, യാതൊരു ദയയുമില്ലാതെ കൊന്നൊടുക്കുക. കാരണം അവൻ ശാപം ബാധിച്ചവനാണ് എന്ന് സ്വന്തം അനുയായികൾക്ക് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു ഈ ആയത്തിലൂടെ മുഹമ്മദ് ചെയ്തത്. എതിർ ശബ്ദങ്ങളെ ആശയപരമായി നേരിടാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ വിമർശകരെ തെരുവിലിട്ട് വെട്ടിക്കൊല്ലാൻ സ്വന്തം അനുയായികളെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ പേരിൽ ഈ ആയത്ത് അവതരിപ്പിച്ചതിലൂടെ മുഹമ്മദ് ചെയ്തത്. ചോദിക്കാനും പറയാനും ആളില്ലാത്ത കാലത്ത് തൻ്റെ വിമർശകരെ ഇല്ലാതാക്കാൻ വേണ്ടി മുഹമ്മദ് ഇറക്കിയ ഒരു ഡെത്ത് വാറണ്ടാണ്, ഒരു മരണ വാറണ്ടാണ് വാസ്തവം പറഞ്ഞ ഈ ആയത്ത്. ലോകത്തിന് സമാധാനം കൊടുക്കാൻ വന്ന പുസ്തകം എന്ന് രാഹുൽ ഈശ്വറും ദാവാക്കാരും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഖുറാൻ എന്ന യുദ്ധപുസ്തകത്തിലുള്ള വിശുദ്ധ വചനം, അവരുടെ കണക്കിൽ വിശുദ്ധ വചനം, കാരണം പരിശുദ്ധ ഖുറാൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ആയത്ത് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പ്രയോഗത്തിൽ വരുത്തുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരാൾക്കൊരു മതത്തോടോ ആ മതത്തിലെ അബദ്ധങ്ങളോടോ ആ മതത്തിൻ്റെ ഭരണകൂടത്തോടോ വിയോജിപ്പുണ്ടെങ്കിൽ അവനെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ച് കൊന്നൊടുക്കുക എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ അയാളെ എങ്ങനെയായിരിക്കും കാണുക? അയാളെ സമാധാനദൂതനെന്നും അയാൾ ഉണ്ടാക്കിയ മതം സമാധാനത്തിൻ്റെ മതമാണെന്നും പറയുമോ? അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് സാരമായ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. അല്ലാതെ സുബോധമുള്ള ഒരാളും ഇങ്ങനെ ഒരു കാര്യം പറയില്ല. ഈ പറഞ്ഞ നിയമലംഘനങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും വെറുമൊരു തിയറി മാത്രമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, കാരണം അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോൾ, ഖുറാനിലുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ആരെങ്കിലും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അല്ലേ? എന്തിനാണ് അല്ല ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്? ഇസ്ലാമോഫോബിയ ഇങ്ങനെ പരത്തുന്നത് എന്തിനാണെന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ ഈ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഏഷ്യയിലെയും അതുപോലെ ആഫ്രിക്കയിലെയും ഇസ്ലാമിക രാജ്യങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. സൂറ 33-61 അവിടെ എങ്ങനെയാണ് പച്ചയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവർ പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും എന്ന ഇതുപോലത്തെ ആയത്തുകളാണ്
അവിടങ്ങളിലെ ഇസ്ലാമിക മതഭ്രാന്തന്മാർക്ക് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്താനുള്ള ഡിവൈൻ ലൈസൻസ് നൽകുന്നത്. ഇസ്ലാം മതത്തെയോ മുഹമ്മദിനെയോ വിമർശിച്ചുവെന്നോ അല്ലെങ്കിൽ മതനിന്ദ നടത്തിയെന്നോ വെറും ഒരു കിംവദന്തി കേട്ടാൽ മതി, ഒരു റൂമർ കേട്ടാൽ മതി, അവിടെയുള്ള മുസ്ലിങ്ങൾ കൂട്ടം കൂടും, ആൾക്കൂട്ടമായി മാറി നിയമം കയ്യിലെടുക്കും. അവർക്ക് പോലീസോ കോടതിയോ വിചാരണയോ തെളിവുകളോ ഒന്നും ആവശ്യമില്ല. കാരണം വിമർശകരെ എവിടെ വെച്ച് കണ്ടാലും അവിടെ ഇട്ട് കൊല്ലാനാണ് അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് എന്താണ് നടക്കുന്നത്? വാട്സാപ്പിൽ ഒരു ഫോർവേഡ് മെസ്സേജ് അയച്ചതിൻ്റെ പേരിലോ വെറും ഒരു സംശയത്തിൻ്റെ പേരിലോ മനുഷ്യരെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുകയും ജീവനോടെ ചുട്ടുകൊല്ലുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ അധികമായിട്ട്. 2021 ഡിസംബർ 3 പ്രിയന്തകുമാര എന്ന ശ്രീലങ്കക്കാരനായ ഫാക്ടറി മാനേജറിനെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ നടുറോട്ടിലിട്ട് ആൾക്കൂട്ടം തല്ലിച്ചതച്ച് ജീവനോടെ കത്തിച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയന്തകുമാര 2010 മുതൽ പാകിസ്ഥാനിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സിയാൽകോട്ടിലെ രാജ്കോ ഇൻഡസ്ട്രീസ് എന്ന കായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ എക്സ്പോർട്ട് മാനേജറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഫാക്ടറിയുടെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന ഒരു പോസ്റ്റർ നീക്കം ചെയ്തതാണ് ഈ കൊലപാതകത്തിന് കാരണമായിട്ട് തീർന്നത്. അതായത് ഫാക്ടറിയിൽ പെയിൻറ്റിങ്ങും അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതിനാലാണ് ഈ പ്രിയന്തകുമാര ഭിത്തിയിലുണ്ടായിരുന്ന പോസ്റ്ററുകൾ, മതിലിലുണ്ടായിരുന്ന പോസ്റ്ററുകൾ മാറ്റാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവരത് വിസമ്മതിച്ചു, മാറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ അത് കീറിക്കളഞ്ഞു. അപ്പോൾ ഈ പോസ്റ്റർ ഇത് തെഹ്രീക്ക് ഇ ലബ്ബായിക് പാകിസ്ഥാൻ, അതായത് TLP എന്ന ഒരു ഇസ്ലാമിക സംഘടനയുടെ പോസ്റ്ററായിരുന്നു അത്. അപ്പോൾ ഈ പോസ്റ്ററിൽ മതപരമായ വാക്യങ്ങൾ ഉണ്ടായിരുന്നെന്നും അപ്പോൾ ആ പോസ്റ്റർ കീറിക്കളഞ്ഞതിലൂടെ പ്രിയന്തകുമാര മതനിന്ദ നടത്തി എന്നു പറഞ്ഞിട്ടാണ് ഈ ഫാക്ടറിയിലെ ചില തൊഴിലാളികൾ മറ്റ് ജീവനക്കാരെയൊക്കെ ഇളക്കി വിട്ടത്. അപ്പോൾ നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഫാക്ടറിയിലേക്ക് ഇരച്ചു കയറി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം ഓടിയെങ്കിലും കാര്യമുണ്ടായില്ല. ഈ ആൾക്കൂട്ടം ക്രൂരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും എല്ലുകൾ ഒടിക്കുകയൊക്കെ ചെയ്ത ശേഷം ഈ ഫാക്ടറിക്ക് പുറത്തേക്ക് അദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോയി നടുറോട്ടിലിട്ട് ജീവനോടെ തീ കൊളുത്തി. എന്നിട്ട് ഈ കത്തുന്ന ശരീരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊലയാളികൾ TLPയുടെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും സെൽഫികൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്തൊക്കെ അത് എക്സിൽ ഇപ്പോഴും കാണും, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും, എക്സിലൊക്കെ ഉണ്ട് ആ വീഡിയോസ് എല്ലാം. കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 11 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്, മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജോലിക്കാർ അവരൊക്കെ ആയിട്ട് അദ്ദേഹം നല്ല സൗഹൃദത്തിൽ തന്നെ ഇടപെടുന്നു. അങ്ങനെ വന്നിരുന്നൊരു മനുഷ്യനാണ് ഒരു പോസ്റ്റർ കീറിക്കളഞ്ഞതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുകയാണ്. എന്നിട്ട് CCTV ദൃശ്യങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ പോലീസ് ഏതാണ്ട് ഒരു 120ഓളം പേരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ലാഹോറിലെ തീവ്രവാദ വിരുദ്ധ കോടതി, ആൻറ്റി ടെററിസം കോർട്ട് ATC, ഈ കേസ് അതിവേഗം പരിഗണിക്കുകയും 2022 ഏപ്രിലിൽ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. കുറ്റക്കാരായ 6 പേർക്ക് വധശിക്ഷ വിധിച്ചു. 9 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, വേറെ 72 പേർക്ക് 2 വർഷം വീതം തടവ് ശിക്ഷ, ഒരാൾക്ക് 5 കൊല്ലം തടവ് ശിക്ഷ. ഇതാണ് അവിടെ ഉണ്ടായത്. ഇനി ബംഗ്ലാദേശിൽ അവിടെ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന ഈ സ്വതന്ത്ര ചിന്തകരെയും ബ്ലോഗർമാരെയും ഒക്കെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്, സ്ഥിരമായിട്ട് സാധാരണ ഒരു സംഭവമാണ് അവിടെ. ഇനി ഈജിപ്തിലും നൈജീരിയയിലുമൊക്കെ മതനിന്ദയുടെ പേരിൽ ക്രിസ്ത്യാനികളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ആൾക്കൂട്ടം വേട്ടയാടുകയാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ പുറത്തുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൻ്റെ തൊട്ടടുത്ത് കോയമ്പത്തൂരിൽ ഫാറൂഖ് എന്ന എക്സ് മുസ്ലിമിനെ 2017 മാർച്ച് 16 സ്വന്തം സ്നേഹിതന്മാരായ മുസ്ലിങ്ങളാണ് കൊന്നുകളഞ്ഞത്. സ്വന്തം സ്നേഹിതന്മാരായ മുസ്ലിങ്ങൾ. അപ്പോൾ രാത്രിയിൽ തങ്ങളുടെ ബൈക്കിലെ പെട്രോൾ തീർന്നു പോയെന്നും അല്പം പെട്രോളുമായി വന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് ഇവർ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു വരുത്തി. കോയമ്പത്തൂർ കോർപ്പറേഷൻ്റെ സീവേജ് ഫാമിന് സമീപം എത്തിയ ഫാറൂഖിനെ ഈ കൂട്ടുകാർ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ ജീവനോടെ ചുട്ടുകൊല്ലുമ്പോഴും അടിച്ചു കൊല്ലുമ്പോഴും ചവിട്ടിക്കൊല്ലുമ്പോഴും വെട്ടിക്കൊല്ലുമ്പോഴും ഈ ആൾക്കൂട്ടത്തിന് യാതൊരു കുറ്റബോധവും തോന്നാത്തത്? അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഈ ആയത്തിലെ ആദ്യത്തെ വരിയിലാണ്.
അവർ ശാപം ബാധിച്ചവരാണ്, ശപിക്കപ്പെട്ടവരാണ്. എന്നെയും എൻ്റെ മതത്തെയും വിമർശിക്കുന്നവൻ ശാപം ബാധിച്ചവനാണെന്ന് മുഹമ്മദ് പറഞ്ഞു വച്ചതുകൊണ്ട് ഇരകൾ ജീവന് വേണ്ടി കേണപേക്ഷിച്ചാലും ഈ മതഭ്രാന്തന്മാർക്ക് യാതൊരു ദയയും തോന്നില്ല. കാരണം ഈ കൊലപാതകങ്ങൾ അവരെ സംബന്ധിച്ച് പുണ്യകർമ്മങ്ങളാണ്. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ചുട്ടുകൊല്ലുമ്പോൾ അവർ വിശ്വസിക്കുന്നത് തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയായ സൂറ 33-61 അക്ഷരം പ്രതി നടപ്പിലാക്കുകയാണെന്നാണ്. ഒരു കോടതിക്കും വിട്ടുകൊടുക്കാതെ വിമർശകരുടെ ചോര തെരുവിൽ ചിന്താൻ ആൾക്കൂട്ടത്തിന് ലൈസൻസ് നൽകുന്ന ഈ പ്രാകൃത നിയമങ്ങളുള്ള പുസ്തകത്തെയും ആ പുസ്തകം പ്രൊമോട്ട് ചെയ്യുന്ന മതത്തെയുമാണ് രാഹുൽ ഈശ്വറും അദ്ദേഹത്തെ വാടകയ്ക്കെടുത്ത ഡിജിറ്റൽ ദാവാക്കാരും സമാധാനം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും കോടതിയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇവർക്കിത് ചെയ്യാൻ പേടിയുള്ളത്. ഈ ഫാറൂഖിനെ കൊന്നതുപോലെ എല്ലായിടത്തും ചെയ്യാൻ പേടിയുള്ളത്. ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ നാളെ ഇവർ ഇന്ത്യയിലും നടപ്പിലാക്കാൻ പോകുന്ന സമാധാനം ഇതാണ്. കേരളത്തിനകത്ത് എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടിയാൽ ഇതാ ചെയ്യുന്നത്. ഭൂരിപക്ഷം തന്നെ ആവണമെന്നൊന്നുമില്ല, ഒരു 33%, 1/3 എന്നുള്ള ആ നിലയിലെത്തിയാൽ മതി. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി എത്ര കൃത്യമാണെന്ന് കണ്ടു. നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഖുർആൻ എന്ന ഈ യുദ്ധപുസ്തകം സമൂഹത്തിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും വിദ്വേഷവും ശത്രുതയും വഞ്ചനയും ചതിയും കലഹവും കവർച്ചയും വെറുപ്പും കൊലപാതകങ്ങളും മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ എന്ന് കോടതി കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മതത്തിനെതിരെയോ മുഹമ്മദിനെതിരെയോ സംസാരിക്കുന്നവരെ യാതൊരു ദയയുമില്ലാതെ വേട്ടയാടാനും കൊന്നൊടുക്കാനുമുള്ള പച്ചയായ ആഹ്വാനമാണ് സൂറ 33-61 എന്നുള്ള കാര്യം ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ലോഹത്ത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരെ ശാപം ബാധിച്ചവർ എന്ന് മുദ്ര കുത്തുകയും അവരെ എവിടെ വെച്ച് കണ്ടാലും പിടികൂടി കൊലപ്പെടുത്തുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഈ വരികൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കൊലപാതകത്തെയും ആൾക്കൂട്ട കൊലപാതകങ്ങളെയും ദൈവികമായി ന്യായീകരിക്കുന്ന ഇത്തരം വരികൾ സമൂഹത്തിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ എന്ന ഡൽഹി കോടതിയുടെ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. കാരണം ഈ വിധിക്കെതിരെ ഒരു അപ്പീൽ പോയിട്ടില്ല, ആ വിധി ക്യാൻസൽ ചെയ്തിട്ടുമില്ല. എതിരാളികളോടും വിമർശകരോടും എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത് എന്നുകൂടി നോക്കുന്നത് നന്നായിരിക്കും. മത്തായിയുടെ സുവിശേഷം 5:44 യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ്. തന്നെ പിടിക്കാൻ വന്ന സൈനികൻ്റെ ചെവി പത്രോസ് വെട്ടിയപ്പോൾ യേശു അത്ഭുതത്തിലൂടെ ആ ചെവി സുഖപ്പെടുത്തുകയും വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരെല്ലാം വാളാൽ നശിക്കും എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് കർത്താവ്. മത്തായി 26:52. അതുപോലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഒരു ആൾക്കൂട്ടം വരികയാണ്. ആൾക്കൂട്ട കൊലപാതകമാണ്, എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ആ ആൾക്കൂട്ടത്തോടെ എന്താണ് പറഞ്ഞതെന്നറിയാമോ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്നാണ്. യോഹന്നാൻ 8:7. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, ഒരു പാപിയായ സ്ത്രീയെ അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവൾ വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പിടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാപിയായ ഒരു സ്ത്രീയെ ആൾക്കൂട്ട കൊലപാതകത്തിൽ നിന്ന് രക്ഷിച്ച യേശുക്രിസ്തു എവിടെ നിൽക്കുന്നു? തന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തനിക്ക് ഉത്തരമില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ, ഉത്തരം മുട്ടിയപ്പോൾ തന്നെ വിമർശിക്കുന്നവരെ മുഴുവൻ തെരുവിലിട്ട് കൊന്നൊടുക്കാൻ തൻ്റെ അനുയായികൾക്ക് ആൾക്കൂട്ട കൊലപാതകത്തിന് ലൈസൻസ് കൊടുത്ത മുഹമ്മദ് എവിടെ നിൽക്കുന്നു? ഇതിലേതാണ് കാടത്തം, ഏതാണ് മനുഷ്യത്വമെന്ന് സാമാന്യബോധമുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. സൂറ അഹ്സാബിലെ 61-ാം വചനം മുൻനിർത്തി ഭരണകൂടത്തെയോ വ്യവസ്ഥിതിയെയോ വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ എതിർശബ്ദം ഉയർത്തുന്നവരെ എവിടെ വെച്ച് കണ്ടാലും പിടികൂടി കൊന്നൊടുക്കാനുള്ള ആഹ്വാനങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, നിലവിൽ ഭാരതീയ ന്യായ സംഹിത BNS, മുൻപ് IPC ആയിരുന്നു. അപ്പോൾ ഏതെല്ലാം വകുപ്പുകളുടെ പരിധിയിൽ വരുമെന്ന നിയമപരമായ വിശകലനം നമുക്ക് നോക്കാം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും ഹനിക്കുന്ന തരത്തിൽ നിയമം കയ്യിലെടുക്കാനും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന ഇത്തരം ആയത്തുകൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഇനി പറയുന്ന കടുത്ത വകുപ്പുകളുടെ ലംഘനമായിട്ട് മാറും.
കൊലപാതകത്തിന് പ്രേരിപ്പിക്കൽ BNS സെക്ഷൻ 45 അല്ലെങ്കിൽ IPC പഴയ IPC 115. എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും എന്നീ വരികൾ വിയോജിപ്പുള്ളവർക്കെതിരെ ക്രിമിനൽ അക്രമത്തിനും കൊലപാതകത്തിനും പ്രേരിപ്പിക്കുന്നതാണ്. വധശിക്ഷയോ ജീവപര്യന്തമോ വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. അതുപോലെ രണ്ടാമത്തത് ലഹള ഉണ്ടാക്കാനും ക്രമസമാധാനം തകർക്കാനും പ്രകോപനം സൃഷ്ടിക്കലാണ്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 192, 196 അല്ലെങ്കിൽ IPC 153, 153A. എതിർശബ്ദമുയർത്തുന്നവരെ തെരുവുകളിൽ വേട്ടയാടാൻ ആഹ്വാനം ചെയ്യുന്നത് നിയമം കയ്യിലെടുക്കാനും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ആയത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇനി മൂന്നാമത്തത് കടുത്ത വധഭീഷണിയാണ്. BNS 351 അല്ലെങ്കിൽ IPC 506. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന തരത്തിൽ പെരുമാറുന്നത് ഈ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നു. വിമർശകരെയും വിയോജിപ്പുള്ളവരെയും ശാപം ബാധിച്ചവർ എന്ന് മുദ്രകുത്തി അവർക്കെതിരെ മാരകമായ ഭീഷണി മുഴക്കുന്നത് കടുത്ത കുറ്റകരമായിട്ടുള്ള ഒരു ഭീഷണിയായിട്ട്, അതായത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ എന്ന് പറയും, അങ്ങനെയായിട്ടാണ് നിയമത്തിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നാലാമത്തത് മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷവും ഭീതിയും പടർത്തലാണ്. BNS സെക്ഷൻ 196, അതുപോലെ 353 അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ IPC 153A, പിന്നെ IPC 505 രണ്ടാം ഉപവകുപ്പ്. അപ്പോൾ വ്യത്യസ്ത ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷമോ ശത്രുതയോ ഭയമോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ നടത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ വകുപ്പുകൾ പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇന്നത്തെ പരിഷ്കൃതവും ഭരണഘടനാധിഷ്ഠിതവുമായ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഈ ആയത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ആരെയെങ്കിലും ഉപദേശിക്കുകയോ ചെയ്താൽ അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തോടും നിയമവ്യവസ്ഥയോടുമുള്ള തുറന്ന വെല്ലുവിളിയായി കണക്കാക്കപ്പെടും. അത്തരം പ്രചാരകർക്കെതിരെ ഈ മുമ്പ് ഞാൻ പറഞ്ഞല്ല, ആ ജാമ്യമില്ലാ വകുപ്പുകൾക്ക് പുറമെ സാഹചര്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് കർശനമായ ആൻറ്റി ടെറർ നിയമങ്ങൾ, അതായത് UAPA ഉണ്ടല്ലോ, ഊപ്പ എന്നൊക്കെ പറയുന്നത്, ഊപ്പ ചുമത്താൻ വരെ ഇന്ത്യൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വിമർശകരെ വെട്ടിനുറുക്കാൻ പറയുന്ന ഈ കൊലപാതക ആഹ്വാനങ്ങളെ സമാധാനത്തിൻ്റെ വചനങ്ങളായി വെള്ളപൂശാൻ വരുന്ന രാഹുൽ ഈശ്വറിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: അറുക്കാൻ നിർത്തിയിരിക്കുന്ന പോത്ത് കശാപ്പുകാരന് സിന്ദാബാദ് വിളിക്കുന്നത് പോലെയുള്ള ദുരന്തമാണ് രാഹുൽ ഈശ്വറെ നിങ്ങൾ ഈ കാണിക്കുന്നത്. നാളെ ഖുറാൻ്റെ അനുയായികൾ ഖുറാനിലെ ഈ വരികൾ ഇന്ത്യയിൽ അക്ഷരം പ്രതി നടപ്പിലാക്കാൻ തുടങ്ങിയാൽ ആദ്യം വെട്ടേറ്റ് വീഴാൻ പോകുന്നത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള കാഫിറീങ്ങളായിരിക്കും എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഡൽഹി കോടതി കണ്ടെത്തിയ ഈ വിദ്വേഷം അല്ലെങ്കിൽ ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇത് വെറും തോന്നലാണെന്നും എതിർക്കുന്നവരെ കൊന്നൊടുക്കാൻ പറയുന്ന ഈ സൂറ 33-61 അത് മുഴുവൻ സ്നേഹവും സമാധാനവുമാണെന്നും തെളിയിക്കാൻ ഞാൻ മുഹമ്മദ് ഈസയെയും അബ്ദുള്ള അബ്ബാസിലിനെയും അൻസാരി സുഹ്രിയെയും കൂടെ നിങ്ങളുടെ വാടക വക്കാലത്തുകാരൻ രാഹുൽ ഈശ്വറിനെയും വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ആംബിയർ ഉണ്ടെങ്കിൽ ഈ നിയമലംഘനങ്ങളെ സൂറ 33-61 പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, അത് ഇന്ത്യൻ നിയമത്തിൽ അത് നിയമലംഘനമാണ്. ആ നിയമലംഘനങ്ങളെ നിയമത്തിൻ്റെ ഭാഷയിൽ തന്നെ ന്യായീകരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. എല്ലാത്തിനോടും ഞാൻ വെല്ലുവിളി നടത്തുകയാണ്, ഏറ്റെടുക്കുക. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ബാക്കി ആയത്തുകളുടെ പോസ്റ്റ്മോർട്ടവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.